ഹായ് ഓൾ, വെൽക്കം ടു ഡ്രീം ഗാർഡൻ. എപ്പോഴും നമ്മൾ കുറഞ്ഞ റേറ്റിൽ ചെറിയ ചെറിയ പ്ലാന്റ്സസ് ആയിട്ട് സെയിൽ ചെയ്യാറുണ്ട്. അത് എപ്പോഴും പ്ലാന്റ്സ് ഒരുപാട് വില കൊടുത്ത് വാങ്ങാൻ പറ്റാത്തവർക്കൊക്കെ വേണ്ടിയിട്ടാണ് അങ്ങനെ കുഞ്ഞു കുഞ്ഞു പ്ലാന്റ്സ് നോക്കി സെലക്ട് ചെയ്തിട്ട് ചെറിയ വിലയ്ക്ക് സെയിൽ ചെയ്യുന്നത്. എന്നാൽ ഇന്ന് നമ്മളോട് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ പ്ലാന്റിൻ്റെയൊക്കെ കുറച്ച് വലിയ പ്ലാന്റ്സ് കിട്ടാനുണ്ടോ, നമുക്ക് വീട്ടിലൊക്കെ കൊണ്ടുപോയി വെച്ചാൽ ഇൻഡോറായിട്ടൊക്കെ വെക്കുന്ന പ്ലാന്റ്സൊക്കെ നല്ല കുറച്ച് വലുപ്പമുള്ള പ്ലാന്റ്സ് ആയിട്ട് നിങ്ങൾക്ക് ചെറിയ റേറ്റിന് തരാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അങ്ങനത്തെ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇൻഡോറും ഔട്ട്ഡോറായിട്ട് വെക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി പ്ലാന്റ് ആണല്ലോ അഗ്ലോണിമ. അപ്പോൾ അഗ്ലോണിമേൻ്റെ ഇതേപോലത്തെ സീഡ്ലിങ്സ്, ഇതേപോലത്തെ സൈസിലുള്ള ചെറിയ ചെറിയ തൈകൾ ഇപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട്. 175 റുപ്പീസാണ് ഓരോ തൈൻ്റെയും റേറ്റ് വരുന്നത്. പല പല കളർ വെറൈറ്റീസിലാണ് ഉള്ളത്. വൈറ്റ്, അതേപോലെ തന്നെ ഈ ഡയമണ്ട് റെഡ്, അങ്ങനെ പല വെറൈറ്റീസാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഓരോന്നിനും 175 റുപ്പീസ് വെച്ചിട്ടാണ് റേറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ അഗ്ലോണിമാസൊക്കെ വളരെ കുറച്ചേ ഉള്ളൂ. പിന്നെ അഗ്ലോണിമസിൻ്റെ ഇതേപോലുള്ള വലിയ തൈകളും ഉണ്ട് കേട്ടോ. 350, 400 ഒക്കെ റേറ്റ് വരുന്ന വലിയ തൈകളും നമ്മളടുത്ത് അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെയും പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ അഗ്ലോണിമാസ് മാത്രമല്ല, ഇന്ന് നമ്മൾ ഡെൻഡ്രോബിയത്തിൻ്റെയും ഒരു റേറ്റ്, ചെറിയ പ്ലാന്റ്, അതായത് ജിഫിയിൽ വന്നിട്ടുള്ള സൈസുള്ള ഡെൻഡ്രോബിയത്തിൻ്റെ പ്ലാന്റ്സ്, ചിലതിലൊക്കെ ഫ്ലവേഴ്സും ഉണ്ട്, അങ്ങനത്തെ തൈകളും നമ്മൾ കാണിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇൻഡോറായിട്ട് വെക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി പ്ലാന്റാണ് CC പ്ലാന്റ്. CC പ്ലാന്റിൻ്റെ ഇങ്ങനെ ഫുൾ പോട്ടായിട്ട് വാങ്ങേണ്ടവർക്ക് അങ്ങനെ വാങ്ങാം. 150 റുപ്പീസാണ് വരുന്നത്. ഇതിൻ്റെ സിംഗിൾ ഷൂട്ട്സ് ആയിട്ട് 50 റുപ്പീസിന് നമ്മൾ അങ്ങനെയും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പർച്ചേസ് ചെയ്യേണ്ടവർക്ക് അങ്ങനെയും പർച്ചേസ് ചെയ്യാം. പിന്നെ അഗ്ലോണിമാസിൽ വേറൊരു വെറൈറ്റിയാണ് ഇത്. ഈ അഗ്ലോണിമാസിനൊക്കെ അതിൻ്റെ പാറ്റേൺസിനനുസരിച്ചും ഓരോരോ ഡിഫറെൻറ്റ് പാറ്റേൺസിനനുസരിച്ച് ഓരോ നെയിംസ് ഉണ്ട്. അപ്പോൾ ഓരോന്നിൻ്റെ നെയിംസ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നതിൽ അറിയാവുന്നവരുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണം. എല്ലാ അഗ്ലോണിമ പ്ലാന്റ്സിനും സെയിം റേറ്റ് തന്നെയാണ് വരുന്നത്. 175 റുപ്പീസാണ് ഓരോ തൈക്കും. ഇതുപോലുള്ള തൈകളാണ് അയക്കുന്നത്. CC പ്ലാന്റിൻ്റെ ബ്ലാക്ക് നമ്മൾ ഓൾറെഡി കാണിച്ചു. ഗ്രീന് ഇപ്പോൾ അവൈലബിൾ ആണ്. ഇതും നമ്മൾ സിംഗിൾസായിട്ടും ഫുൾ പോട്ടായിട്ടും കൊടുക്കുന്നുണ്ട്. ഫുൾ പോട്ടിന് 120 റുപ്പീസും സിംഗിൾസിന് 40 റുപ്പീസുമാണ് റേറ്റ് വരുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇതുപോലുള്ള തൈകളാണ് അയക്കുന്നത്. ഇതൊരു മിനിയേച്ചർ പാം വെറൈറ്റിയാണ്. അപ്പോൾ ഈ പാം വെറൈറ്റീനെ കുറച്ച് പോർഷൻസ് ആയിട്ടാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചെറിയ റേറ്റിന് നിങ്ങൾക്ക് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. 50 റുപ്പീസാണ് ഓരോ പോർഷൻ്റെയും റേറ്റ് വരുന്നത്. ഇത് ഹോയയാണ്. ഹോയേൻ്റെ ഒരു കേളി ടൈപ്പ് ഹോയയാണ് വരുന്നത്. ഇതിൻ്റെ ഈ ഒരു ഫുൾ പോട്ടോട് കൂടിയിട്ടുള്ള ഇതുപോലത്തെ തൈയാണ് അയക്കുന്നത്. 200 റുപ്പീസാണ് ഓരോ ഇതേപോലത്തെ പോട്ട്സിനും റേറ്റ് വരുന്നത്. ഹോയയിലൊക്കെ ഒരുപാട് വെറൈറ്റീസ് കളക്ട് ചെയ്യുന്നവർക്ക് ഇതൊരു നല്ല പ്ലാന്റ് ആയിരിക്കും. റംഗൂൺ ക്രീപ്പറിൻ്റെ സിംഗിൾ പെറ്റൽ ഇതുപോലുള്ള തൈകൾ, ഈ ഒരു സൈസിലുള്ള ഫ്ലവറോട് കൂടിയിട്ടുള്ള തൈകൾ നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട്. 150 റുപ്പീസാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത്. മാക്സിമം എല്ലാത്തിലും ബഡും ഫ്ലവേഴ്സും ഒക്കെ ഉള്ള തൈകളാണ് നമ്മൾ സെൻഡ് ചെയ്യുന്നത് കേട്ടോ. ഈ പ്ലാന്റിൻ്റെ നെയിം വേറെയും പല രീതിയിൽ പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഹിപ്പോമിയ എന്നാണ് നമ്മളൊക്കെ ഇതിന് പറയുന്നത്. ഈ കാണുന്ന സെയിം സൈസിലുള്ള തൈ ഇതുപോലെ തന്നെ നല്ല സെക്യൂർ പാക്കിങ്ങിലായിരിക്കും അയക്കുന്നുണ്ടാവുക. 400 റുപ്പീസാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ്. ഈ കാണുന്ന പോലെ ഫ്ലവറോട് കൂടിയിട്ടുള്ള ഇതേപോലത്തെ ഈ സെയിം തൈകൾ തന്നെയാണ് അയക്കുന്നത്. 400 റുപ്പീസാണ് റേറ്റ് വരുന്നത്. കൊറിയർ ചാർജസ് ആഡ് ചെയ്യാതുള്ള എമൗണ്ടാണ് കേട്ടോ പറയുന്നത്. ഡെൻഡ്രോബിയത്തിൻ്റെ സാപ്ലിങ്സ് ഇപ്പോൾ നമ്മളടുത്ത് അവൈലബിൾ ആണ്. ജിഫിയിലുള്ള ഇതുപോലുള്ള ഫ്ലവർ ഉള്ളതും ഇല്ലാത്തതും, കോമൺലി വൈറ്റിൽ മാത്രമാണ് ഇപ്പോൾ ഫ്ലവർ ഉള്ളത്. പക്ഷേ കളറ് മാറിപ്പോയില്ല എന്ന് ഉറപ്പുള്ള തൈകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഓരോ തൈക്കും 150 റുപ്പീസ് വെച്ചിട്ടാണ് ഡെൻഡ്രോബിയത്തിന് റേറ്റ് വരുന്നത് കേട്ടോ. ഓരോ ഡിഫറെൻറ്റ് വെറൈറ്റീസിനെയും നമ്മൾ ഓരോ കളർ ഡിഫറൻസിനനുസരിച്ച് മാറ്റിയാണ് വെച്ചിട്ടുള്ളത്. ഇതുപോലുള്ള വലുതും ചെറുതുമായിട്ടുള്ള തൈകളുണ്ട് ഇതിൽ. അപ്പോൾ ഇതിൽ ഇതുപോലത്തെ തൈകളായിരിക്കും നമ്മൾ അയക്കുന്നുണ്ടാവുക. മെയിൻലി വൈറ്റിലാണ് ഇപ്പോൾ ഫ്ലവർ ഉള്ളത്. ഇതല്ലാതെ തന്നെ നമ്മളടുത്ത് പർപ്പിൾ, റെഡ്, പിന്നെ മിക്സ്ഡ് കളേഴ്സൊക്കെ ആയിട്ട് അവൈലബിൾ ആണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് സെയിലിന് വെച്ചിട്ടുള്ളത് 4 കളേഴ്സിലാണ്. റെഡ്, വൈറ്റ്, പർപ്പിൾ, യെല്ലോ, 4 കളേഴ്സാണ്. ഈ 4 കളേഴ്സ് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ.
അതുകൊണ്ട് തന്നെ ഓരോ തൈക്കും 150 റുപ്പീസാണ് റേറ്റ്. അപ്പോൾ ഇതുപോലുള്ള തൈകൾ ഡെൻഡ്രോബിയത്തിൻ്റെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ അറിയിക്കുക. പിന്നെ ഇത് നടുമ്പോൾ ചെറിയ പോട്ട് തന്നെ നടാനായിട്ട് ശ്രദ്ധിക്കുക. ഓർക്കിഡ് പോട്ട് ചെറുതിൽ നടാനായിട്ട് ശ്രദ്ധിക്കുക. എന്താ വെച്ചാൽ അതിൻ്റെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് മാത്രം പോട്ട്സിൻ്റെ സൈസ് കൂട്ടി കൊടുത്താൽ മതിയാകും, റൂട്ട്സൊക്കെ വരുന്നതിനനുസരിച്ച് മാത്രം. ബെർക്കിൻ്റെ വെരിഗേഷൻ വന്നിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇതുപോലെ തൈകൾ ഇപ്പോൾ നമുക്ക് സെയിലുണ്ട്. 150 റുപ്പീസാണ് റേറ്റ് വരുന്നത് കേട്ടോ. ഇതേപോലെ തന്നെ ഫിലോഡെൻഡ്രോൺ വെറൈറ്റീസ് ഒരുപാട് നമ്മളെ അടുത്തുണ്ട്, നല്ല വലിയ പ്ലാന്റ്സ് തന്നെയായിട്ട് കേട്ടോ. ഇത് സെനഡു ആണ്, ഗോൾഡൻ സെനഡു ആണ്. ഇതിൻ്റെയും ഇതുപോലുള്ള വലിയ തൈകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 140 റുപ്പീസാണ് റേറ്റ് വരുന്നത്. ഈ തൈകളൊക്കെ തന്നെ അടിയിൽ ജിഷിയോട് കൂടി നമ്മൾ പോട്ട് ചെയ്ത തൈകളായതുകൊണ്ട് തന്നെ നമ്മൾ സെൻഡ് ചെയ്യുമ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ആ പ്ലാന്റ് കിട്ടും. നിങ്ങൾക്കത് നട്ട ഉടനെ തന്നെ നിങ്ങൾ ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യാനും പറ്റും. അതാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ പ്രത്യേകത. പിന്നെ ഇത് മെലൺ യെല്ലോ ആണ്, ഫിലോഡെൻഡ്രോണിൻ്റെ മെലൺലി ഗോൾഡ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതുപോലത്തെ തൈകളും അവൈലബിൾ ആണ്. പിന്നെ നമ്മളടുത്ത് ഫിലോഡെൻഡ്രോൺ വൈറ്റ് പ്രിൻസസും പിങ്ക് പ്രിൻസസും ഒക്കെ അവൈലബിൾ ആണ്. ട്രീ ഫേണ്ട് ഇതുപോലത്തെ തൈകൾ ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ. വലിയ തൈയാണ്, 150 റുപ്പീസാണ് റേറ്റ് വരുന്നത്. ഇതൊക്കെ ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണ്. പിന്നെ നമ്മളടുത്ത് വരുന്നത് റബ്ബർ പ്ലാന്റിൻ്റെ വെറൈറ്റീസാണ്. റബ്ബർ പ്ലാന്റിൻ്റെ 2 വെറൈറ്റീസാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്, ബ്രൗണും യെല്ലോയും. ഓരോ തൈക്കും 150 റുപ്പീസ് വെച്ചിട്ടാണ് റബ്ബർ പ്ലാന്റിന് റേറ്റ് വരുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു സൈസിലുള്ള തൈകളായിരിക്കും നമ്മൾ അയക്കുന്നുണ്ടാവുക കേട്ടോ. ഇതിൻ്റെയൊക്കെ ജിഫി പ്ലാന്റ്സ് നമ്മൾ മുന്നേ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. യെസ്റ്റർഡേ ടുഡേ ടുമാറോൻ്റെ വലിയ പ്ലാന്റ്, ഈ സൈസിലുള്ള പ്ലാന്റ്സ് ഇപ്പോൾ നമുക്ക് സെയിലിനുണ്ട്. 150 റുപ്പീസാണ് റേറ്റ് വരുന്നത്. ഇത് റബ്ബർ പ്ലാന്റിൻ്റെ യെല്ലോ ആണ്. ഇതെല്ലാത്തിൻ്റെയും റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ തന്നെ മെൻഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ വീഡിയോ ചെറിയ റേറ്റിന് അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റ്സ് സെയിൽ ചെയ്യാമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ചെയ്യുന്നത്. സ്നേക്ക് പ്ലാന്റിൻ്റെ യെല്ലോ ഡ്രാഫ് അല്ല, കുറച്ച് ഹൈറ്റ് വെക്കുന്ന വെറൈറ്റിയാണ്. 150 റുപ്പീസാണ് ഇതുപോലുള്ള സൈസിലുള്ള തൈക്ക് റേറ്റ് വരുന്നത്. പിന്നെ നെക്സ്റ്റ് പ്ലാന്റ് വരുന്നത് ലെൻഡാനയാണ്. ലെൻഡാനൻ്റെ മൾട്ടി കളറിന് ഇതുപോലുള്ള സെയിം സൈസ് തൈകൾക്ക് 150 റുപ്പീസാണ് റേറ്റ് വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെ പ്ലാന്റ്സാണ് ഇന്ന് സെയിലിന് റെഡി ആയിട്ടുള്ളത്. പ്ലാന്റ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന പ്ലാന്റ്സിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയ സെയിൽ വീഡിയോസുമായിട്ട് വരും ദിവസങ്ങളിൽ കാണാം. അതുവരെ ബൈ.